കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദിലീപേട്ടൻ നായകനായിട്ട് ഹിസ്റ്റോറിക്കൽ മൂവിയായ തങ്കമണി എന്ന് പറയുന്ന സിനിമ ഇന്ന് തിയേറ്ററിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രേക്ഷക പ്രതികരണമാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദിലീപേട്ടനെ നായകനാക്കി രതീഷ് രംഗനാഥനാണ് ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മുൻകാല ചിത്രം നോക്കിയാണ് ഉടൻ എന്ന് പറയുന്ന സിനിമയാണ്. മികച്ച ഒരു മേക്കിംഗ് തന്നെയാണ് ചിത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഉടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം തങ്കമണി എന്ന് പറയുന്ന സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ചിത്രത്തിന്റെ മേക്കിംഗ് തന്നെയാണ്. ദിലീപേട്ടന്റെ ഗംഭീര പെർഫോമൻസ് ചിത്രത്തിന് മികച്ച ഒരു അഭിനയം തന്നെയാണ് ചിത്രം കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം തന്നെ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് 1986 നടന്ന അന്നത്തെ ഗവൺമെന്റിനെ വരെ താഴെയിടാനുണ്ടായ കാരണങ്ങളൊന്നായിട്ട് മാറി തങ്കമണി സംഭവമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. എന്തൊക്കെയാണ് സംഭവം ബിഗ് സ്ക്രീനിലോട്ട് വരുമ്പോൾ പ്രേക്ഷകർ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണ് ആദ്യ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ചിത്രത്തിൽ നായികയായിട്ട് രണ്ടുപേരാണ് ചിത്രത്തിൽ വന്നിരിക്കുക. പ്രണീത സുഭാഷ് എന്ന് പറയുന്ന തെന്നിന്ത്യൻ താരം, അതോടൊപ്പം നീത പിള്ളയും. ചിത്രത്തിൽ ഇവരെ കൂടെ തന്നെ സുദേവ് നായർ, അജ്മൽ അമീർ, സിദ്ദിഖ്, മനോജ് കെ ജയൻ, അസീസ് നെടുമങ്ങാട്, മാളവിക മേനോൻ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അസീസ് നെടുമങ്ങാടിന്റെ ഗംഭീര പ്രകടനം ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്തു പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച ഒരു കളക്ഷൻ തന്നെയാണ്, അല്ലെങ്കിൽ മികച്ച ഒരു ബുക്കിംഗ് തന്നെയാണ് ആദ്യ ദിനം നേടിയെടുക്കാൻ സാധിക്കുന്നത്. മികച്ച അഭിപ്രായം വന്നതുകൊണ്ട് ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ സ്ഥിതി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മലയാള സിനിമയുടെ അല്ലെങ്കിൽ 2024 ദിലീപേട്ടൻ്റെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് തങ്കമണി എന്ന് പറയുന്ന സിനിമ മാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് യഥാർത്ഥ സംഭവം ആസ്പദമാക്കി ഒരിക്കൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഹിറ്റായതുപോലെ തന്നെ തങ്കമണിയും വലിയൊരു ഹിറ്റായിട്ട് ദിലീപേട്ടൻ്റെ ആദ്യം 100 കോടി ചിത്രമായിട്ട് മാറട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ തങ്കമണി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.